2012 ജൂൺ 10 ടീം സോളാറിലെ സരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് നൽകി. അത് വണ്ടി ചെക്കായിരുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. എനിക്കറിയേണ്ട ഒരു കാര്യം, 2012 ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് 2011 ഓഗസ്റ്റിൽ 25 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ടീം സോളാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. അത് ധനമന്ത്രാലയത്തിൻ്റെ മോണിറ്ററിംഗ് സെല്ലിലേക്ക് വരികയും ഈ ചെക്ക് വണ്ടി ചെക്കാണ് എന്ന് മോണിറ്ററിംഗ് സെല്ലിന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം ടീം സോളാറിൻ്റെ കമ്പനി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് ടീം സോളാറിൻ്റെ സരിതയെയും മറ്റും 2011 തന്നെ അവരെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. 2012 ഈ ചെക്ക് വാങ്ങുമ്പോൾ സരിതയെ അറിയില്ല എന്നും മറ്റും മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ്? എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. ചെക്ക് എപ്പോൾ കൊടുത്തു, എങ്ങനെ കൊടുത്തു, ഡിസോണർ ചെയ്തു, ഡിസോണർ ചെയ്തു, ചെക്ക് ഡിസോണറായി പോയി, അതിന് വേറെ നടപടികളുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ 2011 തന്നെ ഓഗസ്റ്റിൽ തന്നെ ഇവരുടെ 25 ലക്ഷം രൂപയുടെ ചെക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ 2012 ചെക്കിൻ്റെ കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് സരിതയെ അറിയില്ല എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ചെക്കും ഇതും രണ്ടും ചെക്ക് എഴുതി ഡിസോണർ ചെയ്തു. ശരി, മാണി സാർ നിയമമന്ത്രി കൂടിയാണല്ലോ. ഇപ്പം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ സോളാർ തട്ടിപ്പ് കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിർണായകമായ തെളിവ് മൂല്യമുള്ള വേറൊരു തെളിവ് CCTV, അതിനെ സംബന്ധിച്ച് സമാന്തരമായൊരു അന്വേഷണം മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രി ഒരു വിദഗ്ധ സമിതിയെ ഇതിൻ്റെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മളൊരു ആർഗ്യുമെൻറ്റിലല്ലേ. ഞാൻ പറയാം, മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങൾ പറയുന്നത് തെറ്റാ. നിങ്ങൾ ഓഫീസിൽ വന്നേ, നിങ്ങൾ തന്നെ പരിശോധിച്ചു, നിങ്ങൾ വാ. അതൊക്കെ നമ്മളൊരു ആർഗ്യുമെൻറ്റിൽ പറയും. അവിടെ ഒരു അന്വേഷണം കാണും, സമാന്തരമായിട്ട് വേറൊരു അന്വേഷണം ആകാമല്ലോ, ഒരു കുഴപ്പമില്ല. ഈ സോളാർ തട്ടിപ്പ് കേസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരായിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനിടയിൽ എന്തിനാണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നാണ്. പലതരത്തിലുള്ള അന്വേഷണങ്ങളാകാമെന്ന് നിയമമന്ത്രിയായ താങ്കൾ തന്നെ സമ്മതിക്കുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണവും ഇക്കാര്യത്തിലായിക്കൂടെ? എന്താണ് മാണി സാറിൻ്റെ നിലപാട്? അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റാണത്. ഇതിപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറയാനൊക്കെ, ഒരു ഗവൺമെൻറ്, ഞങ്ങൾ മന്ത്രിസഭയും മന്ത്രിമാരും ഓരോ കാര്യങ്ങളും വരുമ്പോൾ ഞങ്ങളതിനെ വിലയിരുത്തിയിട്ട് ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. മുഖ്യമന്ത്രി ഈ ഡിസിഷൻ എടുത്തുന്ന കുഴപ്പം അന്വേഷണത്തിന് പഴയ അന്വേഷണം കൊണ്ട് ഇഫക്റ്റീവായിട്ടുള്ള ഒരു അന്വേഷണം അദ്ദേഹം ഓർഡർ ചെയ്തു. ഓരോന്നും ഓരോ സാഹചര്യത്തിലല്ലേ ചെയ്യുന്നത്. അതിപ്പം ഒരു അന്വേഷണം മോശമാണെന്ന് അർത്ഥമില്ല. നമ്മുടെ ഈ സംഭാഷണത്തിലുടനീളം മാണി സാർ UDF സർക്കാരിനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിച്ഛായ പ്രശ്നമൊന്നും ഈ സർക്കാരിന് ഇല്ല എന്നും മാണി സാർ വ്യക്തമാക്കുന്നു. ഒരു പ്രതിസന്ധി സർക്കാരിനില്ല എന്നും പറയുന്നു. മാണി സാറേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UDF സുഖകരമായി സംസ്ഥാനത്ത് വിജയിക്കുന്ന ഒരു പ്രതീക്ഷ മാണി സാർ? എൻ്റെ വിശ്വാസം UDF വിജയിക്കുന്നതാണ്. കാരണം ഈ അപ്പുറത്തേക്ക് നോക്ക്, LDF തകർന്ന് നിൽക്കല്ലേ. ആരാ ഈ ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കാൻ ആരാ ഉള്ളത്? എന്ത് ഫോഴ്സാണ് ഇവിടെയുള്ളത്? ജനവിശ്വാസമുണ്ടോ? പ്രതിപക്ഷം എത്രയോ സമരങ്ങൾ നടത്തി, ഓരോ സമരം ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഈ ഒരു സരിതയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ലോക്സഭ ഈ ജനങ്ങൾ വല്ലതും ഇത്രമാത്രം മണ്ടന്മാരാണോ? അപ്പം മാണി സാർ പറയുന്നത് ഈ സർക്കാരിനെ, ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലത്തിറക്കാൻ ആത്മാർത്ഥമായൊരു ശ്രമവും ഈ പ്രതിപക്ഷം നടത്തുന്നില്ല എന്നാണ്. പ്രതിപക്ഷം അതല്ല, അങ്ങനെയല്ല അവരൊരുപാട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇതിനെ അട്ടിമറിക്കാൻ നോക്കുന്നു, എല്ലാ മാർഗങ്ങളും നോക്കുന്നു. പക്ഷേ ഒന്നും കിളച്ച് പിടിക്കാത്തപ്പോൾ അവർ പറയും, ഇപ്പം ഞാൻ പറയും ഞങ്ങൾ അട്ടിമറിക്കുന്നില്ല, ഇത്രയും നാളും ഞങ്ങൾ അട്ടിമറിക്കുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് പോകണം. ഇതൊക്കെ ഇതിന് ഒന്നും നിർവാഹമല്ല. ഇതിനൊന്നും. വളരെയധികം നന്ദി ശ്രീ KM മാണി.